നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി വന്ദനയുടെ അച്ഛനെയും അമ്മയും പറയാൻ നാവ് പൊന്തിച്ച എന്തേടാ നീ എന്നാ ചെയ്യണം. അപ്പോ നേരിട്ട് കാണാം. ഓക്കെ, ശരി സാർ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന് അമ്മ അച്ഛനോട് പറയണം. എന്താ ഉണ്ടായേ? എന്താ പറ്റിയത്? വന്ദനയുടെ അച്ഛനെയും അമ്മയും അപമാനിക്കുന്നത് അച്ഛനൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. അത് നിർത്തിയില്ലെങ്കിൽ ചിലപ്പോ കാര്യങ്ങൾ വഷളായെന്ന് വരും. എന്താ മോനെ, എന്താണ് സംഭവിച്ചതെന്ന് നീ ഒന്ന് തെളിച്ചു പറ. ഇന്ന് അമ്പലത്തിന് പുറത്തു വെച്ച് ചന്ദ്രിക അമ്മയെ അച്ഛൻ ആക്ഷേപിച്ച് സംസാരിച്ചു. അമ്മയോടായിരുന്നു ഇങ്ങനെ പെരുമാറിയതെങ്കിൽ അമ്മ സഹിക്കുമായിരുന്നോ? അമ്മേ, ഏത് ത്രാസിൽ വെച്ചളന്നാലും അച്ഛനേക്കാൾ തൂക്കം കൂടുതൽ ചന്ദ്രികാമ്മയ്ക്ക് തന്നെയായിരിക്കും. അത് കുലമഹിമയുടെ കാര്യത്തിലാണെങ്കിലും അതെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ആണെങ്കിലും അതെ. അച്ഛൻ ആക്ഷേപിച്ചതൊക്കെ കേട്ടിട്ട് വന്ദനയുടെ അമ്മ പ്രതികരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതും ആ അമ്മയുടെ ജീനിന്റെ ഗുണം കൊണ്ടാണെന്ന് അമ്മ ഓർക്കണം. കൊള്ളാം. പെറ്റമ്മയുടെ അമ്മായി അമ്മയുടെ കുലമഹിമ വിവരിക്കുന്ന സ്വന്തം മകൻ. എടാ, നിന്റെ അമ്മായിയമ്മ ആരാ? മദർ തെരേസയോ? അഷ്ടിക്ക് ഗതിയില്ലാത്ത വെറും പുറമ്പോക്ക് കേസാ അവര്. വേണ്ട, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട ഏട്ടനാണെന്നൊന്നും നോക്കില്ല ഞാൻ. അല്ലെങ്കിൽ നിനക്കിപ്പോ ഏട്ടനും അച്ഛനും ഒന്നും വലുതല്ലെന്ന് എനിക്കറിയണം. അതാണല്ലോ ഞാൻ ഇപ്പൊ വന്നപ്പോ കേട്ടോണ്ടിരുന്നത്, അമ്മായിയമ്മ പുരാണം. ആയിക്കോട്ടെ, അതിനാർക്കും കൈക്കൂലി തരണ്ടല്ലോ. എടാ, ജനിപ്പിച്ച തന്റെ തള്ളി പറഞ്ഞിട്ടാകരുതാ അമ്മായി അച്ഛനെ അമ്മായിയമ്മ പുകഴ്ത്തുന്നത്. എടാ, 4 ചക്രത്തിന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന കൂലി പരീക്ഷയല്ല നമ്മുടെ അച്ഛൻ. ഈ നാട് ഭരിച്ച മുൻ MLA യാ. നാളെ മന്ത്രി MP ഒക്കെ ആകേണ്ട ഒരാള്. അത് ഓർക്കുന്നത് നിനക്ക് നല്ലതായിരിക്കും. അച്ഛനായതുകൊണ്ട് അവരെ അപമാനിച്ചതേ ഉള്ളൂ. ഞാനായിരുന്നെങ്കിൽ അടിച്ച് കരണം പുകച്ചേനെ. അതിനെയൊക്കെ കണ്ട അറയ്ക്കും. ഇവനാണെങ്കിൽ പുകഴ്ത്തുന്നു അവരെ. ചേട്ടാ, ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി വന്ദനയുടെ അച്ഛനെയും അമ്മയും പറയാൻ നാവ് പൊന്തിച്ച എന്തേടാ നീ എന്നാ ചെയ്യണം. ചേട്ടാ, നിനക്ക് ചെയ്യാനുള്ള ചെയ്യടാ. ഇനി മക്കൾ തമ്മിൽ തല്ലി ചാകുന്നത് കാണാൻ മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി കാണാനുള്ള അവസ്ഥ ഇനി ഉണ്ടാക്കില്ല മക്കളെ. അമ്മേ, ഇന്നുവരെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ചില ശാപം പിടിച്ച ജന്മങ്ങൾ കുടുംബത്തിൽ കാല് വെച്ചാ ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറം നടന്നു വരും. മതി അമ്മേ, ഭർത്താവിനോടും മകനോടും അമ്മ പറഞ്ഞ് വിലക്കിക്കോണം. ഇനി എന്റെയും എന്റെ ഭാര്യയുടെയും കാര്യത്തിൽ ഇടപെട്ട് നാറാ നിൽക്കരുതെന്ന്.
വിഷം വാങ്ങിച്ചു തരുമോ നീ? ഇതൊന്നും കാണാനും കേൾക്കാനും അമ്മയ്ക്ക് കഴിയാത്തത് കൊണ്ട്. അതേട്ടാ, ചന്ദ്രു, നിന്റെ പ്രാർത്ഥനയൊക്കെ ഫലം കണ്ടു തോന്നുന്നു. കമ്പനിയിൽ നിന്ന് വിളിച്ചിരുന്നു. അന്ന് അടച്ച ഇൻഷുറൻസിന്റെ എന്തോ തുക വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു 10-50,000 കാണുമായിരിക്കും. ഒരു 5 പൈസ കയ്യിലില്ലാത്ത സമയത്ത് ഒരു വലിയ ആശ്വാസമാ. എന്റെ ദൈവമേ. നിനക്ക് എന്തു പറ്റി ചന്ദ്രു? നീ വിളിച്ച നിന്റെ ദേവി വിളി കേട്ടില്ലേ? എന്താ ചന്ദ്രു, എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല മാധവേട്ട, വരുന്ന വഴിക്ക് കുറുപ്പ് സാറിനെ കണ്ടു. എന്നിട്ട് കുറുപ്പ് സാറ് വളരെ ആക്ഷേപിച്ച് സംസാരിച്ചു. കളഞ്ഞേക്ക് ചന്ദ്രു. ജഗനിലെ കുറുപ്പിന് അത്രയ്ക്ക് പ്രതീക്ഷകളായിരുന്നു. ഒരു സുപ്രഭാതത്തിലെല്ലാം തകർന്നു പോയപ്പോ ഒരച്ഛന് തോന്നിയ സങ്കടമായിട്ട് കൂട്ടിയാ മതി അതിനെ. അതല്ല മാധവേട്ട, അമ്പലത്തിൽ വെച്ചേ ആ ദിവ്യനായ സ്വാമിജിയെ കണ്ടിരുന്നു. ജാതക ചേർച്ച നോക്കിയിട്ടല്ലോ നമ്മുടെ വന്ദനയുടെ വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷമുള്ള ആചാരങ്ങളൊന്നും മുടക്കരുതെന്ന് സ്വാമിജി പറയുന്നത്. ആദ്യം വധൂവരന്മാർക്കും വീട്ടുകാർക്കും വിരുന്നൂണ് നടത്തണം. വൈകാതെ കുടുംബക്ഷേത്രത്തിൽ പോണോന്ന് സ്വാമിജി പറഞ്ഞത്. ആചാരങ്ങളൊന്നും മുടക്കണ്ട. ഭർത്തൃ വീട്ടുകാരെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് പറയുന്നതേ ഉള്ളൂ. കുറുപ്പ് സഹകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ആ കുടുംബത്തിലെ ആരെയും സഹായിക്കാൻ അയാൾ അനുവദിക്കുകയില്ല. അതൊക്കെ അറിയാം മാധവേട്ട. സ്വാമിജി പറഞ്ഞതനുസരിച്ച് എത്രയും പെട്ടെന്ന് ചടങ്ങുകളൊക്കെ നടത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.